നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ബാക്കിയെല്ലാം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗൈസ് നേരെ ബസ്സും കൊണ്ട് നമ്മൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ എടുത്തത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ ബസ്സല്ല ഇത്. ആ ബസ് നമുക്ക് കൊടുക്കേണ്ടി വന്നു ഗൈസ്. പിന്നെ മാത്സ് എന്നാണ് എനിക്ക് പേരിട്ടേക്കണം. കാരണം ഞാൻ മാത്സിൽ പ്രോയാണ്. ഒന്നൊന്ന് എത്ര ഉണ്ടാ 11 ആ കൊള്ളാം. അമ്മയ്ക്ക് വെളിവുണ്ട്. അതുകൊണ്ട് എന്നെ പോലെ അവനും മാത്സ് ഒന്നും അയ്യോ 11 ചേട്ടന്മാരെ തെറി വിളിക്കാൻ വായി ചേട്ടാ. കൈസ് ചെയ്യാന്ന് നമ്മൾ കണ്ടക്ടർ ആക്കിയാലുണ്ട്. പിന്നെ ഷോൺ എവിടെയോ പോയേക്കണാണ്. അതാണ് അവനില്ലേന്ന് ഗൈസ്. പിന്നെ സിയാൻ്റെ ഇരട്ട പേരാണ് AV വ്ളോഗ്സ്. അതെന്നെ യൂട്യൂബ് ചാനലല്ല. AV വ്ളോഗ്സ്. ടിക്കറ്റ് പൈസ ഓക്കെ. കോഴിക്കോടല്ലേ? ഓക്കെ. ഈ സ്റ്റോപ്പ് ഈ ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഓക്കെ ചേട്ടാ. ടിക്കറ്റ് ഓക്കെ. സിയാൻ ഈ ഫ്രണ്ടിലിരിക്കണ ടിക്കറ്റ് എടുത്താൽ അതൊക്കെ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്ത്. സിയാൻ പിന്നെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ സിയാൻ വീട്ടിൽ നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. ചേട്ടാ ചേച്ചി ടിക്കറ്റ് ചേട്ടാ ടിക്കറ്റ് ഓക്കെ. നീ കൊല്ലാൻ കൊണ്ടോടാ ഞാൻ ഇറക്കി വിടറാ ഞാൻ. സോറി ചേട്ടാ നമുക്കിവിടെ പൊക്കം കയറ്റമായതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. പോട്ടേക്ക് ചെയ്ത് പോവാം. അതേ നടക്കുള്ളൂ. നോക്കി പോ. കൊമ്പനെ കൂടി നീ കൊല്ലു. നമുക്ക് ഒരു കൊമ്പനെടുത്താലോ? ശരിക്കും പൈസ കിട്ടില്ല. ഓക്കെ വെള്ളക്കൊമ്പനെ എടുക്കാം. വെള്ളക്കൊമ്പനെ അമ്മേ നിന്റെ ട്രാവലർ നിന്റെ ട്രാവലർ അല്ലടാ അത്. ഗൈസ് ഇവൻ്റെ ട്രാവലർ കൊണ്ട് പോണ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മേടിച്ചാ പിന്നെ ഒരു പാട്ട് പാടി കൊടുത്തോ നോക്കി. എടാ നമുക്ക് കാള വഴിയല്ലോ. മാലിയ കാള വഴിയോ? കാള വഴി. ഓക്കെ. നമ്പി പോകൂ താരീരാം ബായി അന്നേ കുണ്ടിക്കിടിക്കൂ പോടാ 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 എൻ്റെ കൂടി പോടാ കണ്ടേ നമ്പി കായിക്കൂ തായിലോലും പാടി അന്നേ നമ്പി കൂയിരിക്കും പാരീരം തായോ ഇലത്തെ നമ്പി പോയിരിക്കില്ല പായിരം തായോ പൈസ ഇലക്കള മരമുണ്ടോ തായിരം താത്താ ചേട്ടൻ്റെ കുട്ടിക്കാട്ടി ചേട്ടൻ്റെ കാട്ടിയിലേ പോയത് ചേട്ടൻ്റെ പേസാണ് കണ്ടിക്കിട്ട കടു കണ്ട കണ്ടിച്ചിട്ട് മടി തന്നെ കണ്ടിച്ചിട്ട് മടിക്കൊണ്ട് അടിച്ചിട്ട് മടിക്കുന്നത് കടക്കടവ് ശരിയാ. നീ കേട്ടത് ശരിയല്ല. കാടളകി വരുന്ന കൊമ്പനെ തളച്ചത് ശരിയല്ല. നീ കേട്ടത് ശരിയല്ല. കൊമ്പനെ തളച്ചില്ല എന്നാണ് ആ വാക്ക്. ഈ വാക്ക് ശരിയാ. കാടളകി വരുന്ന കൊമ്പനെ തളച്ചത് ശരിയല്ല. നീ കേട്ടത് ശരിയല്ല. നമ്മളെ കൊമ്പൻ ബസ്സിന് കാടളകി വരുന്ന പിടിച്ചില്ല. നീ കേട്ടത് ശരിയല്ല. പാട്ടൊക്കെ ആൾക്കാരെ കൊല്ലാൻ നോക്കണ നീ. ഞാനിവിടെ ഒരു ഓഫ് റോഡ് ആണ്. അത് പോയി ഓഫ് റോഡ് കണ്ടല്ലേ? ഓക്കെ ബാക്കി പാട്ട് കണ്ടിന്യൂ ചെയ്തു. അല്ലെങ്കിൽ അപ്പം മരിച്ചു. കുട്ടാ പാട്ട് പാടണല്ലേ നീ? ഓക്കെ 3, 2, 1 ഗോ. അടിച്ചിട്ട് പഠിക്കാറില്ല. അടിച്ചിട്ട് പഠിക്കാറില്ല. വളരെ ശരിങ്ക പഠിച്ചു എല്ലാം പോയി അലങ്ക ശരിങ്ക വടക്കട്ട വാണിക്കട്ട വാഴ ഒളിങ്ക കരിക്കട്ട. ഓക്കെ മതി. എടാ നീ ബാക്കാട്ടോ ചെന്ന് നോക്കി. എന്താണ്ട് അപ്പാപ്പൻ ചത്ത. ഓക്കെ ഒരു കാര്യം ചെയ്യ്. നീ നേരെ പൊക്കോ.
പേടിക്കണ്ട പാപ്പ. മോനെ എന്നെ വല്ല ആശുപത്രിയിൽ കൊണ്ടുപോടാ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മരിച്ചു വീഴോടെയോടാ. ആണോ എന്നാ അവിടെ മരിച്ചു. എടാ എന്നാ ആ പവനല്ല ആംബുലൻസ് കാണാൻ കയറ്റി വിട്ടാലോ. ആ ഓക്കെ ഓക്കെ ആ പവനടിക്കട്ടെ. അപ്പാ നിങ്ങക്ക് മരിക്കണമെങ്കിൽ മരിച്ചു, പക്ഷേ ഈ ബസ്സിൻ്റെ അകത്ത് ആത്മാവ് ഉണ്ടാകാണ്ടിരുന്നാൽ മതി. കൊള്ളാടാ മോനെ, ഒരാളെ മരിക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെ വേണം പറയാൻ. ആ യെസ്. എടാ ചെയ്യാൻ എപ്പോ ഒരാളെ മരിക്കാൻ പോകുമ്പോ ഇങ്ങനെയല്ലേ പറയണ്ട. എടാ അവ ഇങ്ങനെയല്ല പറയണ്ടപ്പാ. ചുമ്മാ ഞാൻ നീ വേണേ ശ്രദ്ധിച്ചു, ഞാൻ പഴയ ഈ കസ്റ്റമേഴ്സിനെ കൊണ്ട്. എടാ നമുക്ക് ഇത് രണ്ട് മന്തി കഴിക്കാൻ പോയാലോ. പൈസ രണ്ടുപേർക്കും ബില്ല് കിട്ടാം. എടാ നമുക്ക് ഇതിന്ന് ഒരു 500 രൂപ എടുത്താലേ. അല്ലെങ്കിൽ വേണം നമുക്കൊരു ബസ് എടുക്കാൻ പോയാലോ. ഇത് നമ്മുടെ വണ്ടി നമ്മൾ തന്നെയാണ് ഓടിക്കണം. എന്താണല്ലേ ഒരു രസം. എടാ നമുക്ക് ട്രക്ക് എടുക്കാം. എനിക്ക് കുറേ നാളെ ട്രക്ക് എടുക്കണമെന്ന് ആഗ്രഹം. ട്രക്ക് എടുത്താലോ. പൈസ നമുക്ക് ചെയ്യാനൊക്കെ ഇണ്ടി വയ്ക്കാം. ചെയ്യാൻ അല്ല ഷോണ്ട ഐസ്ക്രീം ഇതെടുക്കാനൊക്കെ. ഇപ്പൊ അതൊക്കെ വിടി, നമുക്ക് നേരെ നോക്കിക്കാം. ഏവി ഇപ്പൊ ഒരു ബജ്ജിയില്ലേ മറ്റേ എന്താണ് പഴംപൊരിയാച്ചേ, എന്ത് ബജിയാണ്? ബജി. ആ ബജിയില്ലേ പിന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു കോലങ്ങ തലയും വന്ന് കിട്ടാ ബജ്ജി. നമുക്ക് ഇവിടെ നോക്കാം. ഞാൻ ഇപ്പോഴേക്കും ഇപ്പൊ ശ്രദ്ധിച്ചിട്ട് വരാം. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് ഗൈസ് നേരെ ബസ്സും കൊണ്ട് നമ്മ ഒരു പ്രൈവറ്റ് ബസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എടുത്തത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ ബസ്സല്ല ഇത്. ആ ബസ് നമുക്ക് കൊടുക്കേണ്ടി വന്നു. പിന്നെ മാത്സ് എന്നാണെന്നാണ് എനിക്ക് പേരിട്ടേക്കണം. കാരണം ഞാൻ മാത്സിൽ പ്രോയാണ്. ഡാ ഒന്നും എത്രയുണ്ടാ? അമ്മയ്ക്ക് വെളിവുണ്ട്, അതുകൊണ്ട് എന്നെ പോലെ അവനും മാത്സ് തന്നെ. അയ്യോ 11 ചേട്ടന്മാരെ തെറി വിളിക്കണമെന്ന് പറയും. ചേട്ടാ പൈസ ചെയ്യാൻ നമ്മൾ കണ്ടക്ടർ ആക്കിയാലുണ്ട്. പിന്നെ ഷോൺ എവിടെയോ പോയേക്കണാണ്, അതാണ് അവനില്ലേന്ന്. പിന്നെ സിയാൻ്റെ ഇരട്ട പേരാണ് AV വ്ളോഗ്സ്. അതെന്റെ യൂട്യൂബ് ചാനലല്ലേ AV വ്ളോഗ്സ്. ടിക്കറ്റ് കോഴിക്കോടല്ലേ? ഓക്കെ ഈ സ്റ്റോപ്പ് ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഓക്കെ ചേട്ടാ ടിക്കറ്റ്. ഓക്കെ നീ ഫ്രണ്ടിലിരിക്കണ ടിക്കറ്റ് എടുക്കാം. അതൊക്കെ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തു. സിയാൻ പിന്നെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ സിയാൻ വീട്ടിൽ നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. ചേട്ടാ ചേച്ചി ടിക്കറ്റ് ചേട്ടാ ടിക്കറ്റ്. ഓക്കെ നീ കൊല്ലാൻ കൊണ്ടുപോകണ ഇറക്കി വിടണ. സോറി ചേട്ടാ നമുക്കിവിടെ പൊക്കം കയറ്റമായതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. പോട്ടേക്ക് ചെയ്ത് പോവാം, അതേ നടക്കുള്ളൂ. നോക്കി കൊമ്പനെ കൂടി നീ കൊല്ലും. നമുക്ക് ഒരു കൊമ്പനെടുത്താലോ. ശരിക്കും പൈസ പറ്റില്ല. ഓക്കെ വെള്ളക്കൊമ്പനെ എടുക്കാം. വെള്ളക്കൊമ്പനെ അമ്മേ നിന്റെ ട്രാവലർ അല്ലടാ അത്. ഗൈസ് ഇവൻ്റെ ട്രാവലർ കൊണ്ട് പോണ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മേടിച്ചാ പിന്നെ ഒരു പാട്ടുപാടി കൊടുത്തു നോക്കി. എടാ നമുക്ക് കാള വഴിയല്ലോ മാനിയ കാള വഴിയാ? കാള വഴി. ഓക്കെ നമ്പി പോകൂ താരീരായി അന്നേ കുണ്ടിക്കിടിക്കൂ പോടാ എന്റെ പൊടി പോടാ കണ്ടേ നമ്പി കായിരിക്കൂ തായിലോരും പാടി അന്നേ നമ്പി കൂയിരിക്കും പാരീരം തായോ ഇലത്തെ നമ്പി പോയിരിക്കില്ല പായിരം തായോ പൈസ ഇലക്കള മരമുണ്ടോ
പത്തായിരം താത്ത ചേട്ടൻ്റെ കുട്ടിക്കാട്ടിയില് ചേട്ടൻ്റെ കാട്ടിയിലേ പോയത് ചേട്ടൻ്റെ പേസാണ് കട്ടിക്കിട്ട കടു കണ്ട കണ്ടിച്ചിട്ട് മടി തന്നെ കണ്ടിച്ചിട്ട് മടി കൊണ്ട് അടിച്ചിട്ട് മടിക്കിട്ട് ഇരിക്കുന്നത് കണവ് ശരിയാ നീ കേട്ടത് ശരിയല്ല കാടളകി വരുന്ന കൊമ്പനെ തളച്ചത് ശരിയല്ല നീ കേട്ടത് ശരിയല്ല കൊമ്പനെ തളച്ചില്ല എന്നാണ് ആ വാക്ക് ഈ വാക്ക് ശരിയാ കാടളകി വരുന്ന കൊമ്പനെ തളച്ചത് ശരിയല്ല നീ കേട്ടത് ശരിയല്ല നമ്മളെ കൊമ്പൻ ബസ്സിന് കാടളകി വരുന്ന പിടിച്ചില്ല നീ കേട്ടത് ശരിയല്ല നീ പാട്ടൊക്കെ ആൾക്കാരെ കൊല്ലാൻ നോക്കണ നീ അടുത്ത് ഞാനിവിടെ ഒരു ഓഫ് റോഡ് ആണ് അത് പോയി ഓഫ് റോഡ് കണ്ടല്ലേ ഓക്കെ ബാക്കി പാട്ട് കണ്ടിന്യൂ ചെയ്തു അല്ലെങ്കിൽ അപ്പം മരിച്ചു കുട്ടാ പാട്ട് പാടണല്ലേ നീ ഓക്കെ 3, 2, 1 ഗോ അടിച്ചിട്ട് പഠിക്കാറില്ല അടിച്ചിട്ട് പഠിക്കാറില്ല കിടക്കാറില്ല വളരെ ശരിങ്ക പഠിച്ചു എല്ലാം പോയി അലങ്ക ശരിങ്ക വടക്കട്ട വാഴ വണങ്ങ ഓക്കെ മതി എടാ നീ ബാക്കാട്ടോ ചെന്ന് നോക്കി എന്താണ്ട് അപ്പാപ്പൻ ചത്ത ഓക്കെ ഒരു കാര്യം ചെയ്യ് നീ നേരെ പൊക്കോ മോനെ എന്റെ വല്ല ആശുപത്രിയിൽ കൊണ്ടുപോടാ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മരിച്ചു വീഴോടെയോടാ എടാ എന്നാ ആ പപ്പനോട് ആംബുലൻസ് കാണാൻ കയറ്റി വിട്ടാലോ പാപ്പനോടിക്കണ്ടേ അപ്പാ നിങ്ങക്ക് മരിക്കണമെങ്കിൽ മരിച്ചു പക്ഷേ ഈ ബസ്സിൻ്റെ അകത്ത് ആത്മാവ് ഉണ്ടാകാണ്ടിരുന്നാൽ മതി കൊള്ളാടാ മോനെ ഒരാളെ മരിക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെ വേണം പറയാൻ ചെയ്യാൻ എപ്പോ ഒരാളെ മരിക്കാൻ പോകുമ്പോ ഇങ്ങനെയല്ലേ പറയണ്ട എടാ അവ ഇങ്ങനെയല്ലേ പറയണ്ടപ്പാ ചുമ്മാ ഞാൻ നീ വേണി ശ്രദ്ധിച്ചു ഞാൻ അപ്പോഴേക്കും പൊക്കോളാം ഈ കസ്റ്റമേഴ്സിനെ കൊണ്ട് നമുക്ക് ഇത് രണ്ട് മന്തി കഴിക്കാൻ പോയാലോ പൈസ രണ്ടുപേർക്കും ബില്ല് കിട്ടാം എടാ നമുക്ക് ഇതിൽ നിന്ന് ഒരു 500 രൂപ എടുത്താലോ അല്ലെങ്കിൽ വേണം നമുക്കൊരു ബസ് എടുക്കാൻ പോയാലോ ഇത് നമ്മുടെ വണ്ടി നമ്മൾ തന്നെയാണ് ഓടിക്കണം എന്താണല്ലേ ഒരു രസം എടാ നമുക്ക് ട്രക്ക് എടുക്കാം എനിക്ക് കുറേ നാളെ ട്രക്ക് എടുക്കണമെന്ന് ആഗ്രഹം ട്രക്ക് എടുത്താലോ പൈസ നമുക്ക് ചെയ്യാനൊക്കെ ഇന്ത്യ വയ്ക്കാം ചെയ്യാൻ ഐസ്ക്രീം ഇപ്പം അതൊക്കെ വിടി നമുക്ക് നേരെ നോക്കിക്കാം ഏവി ഇപ്പൊ ഒരു ബജ്ജിയില്ലേ മറ്റേ എന്തായാലും പഴംപൊരിയോ ചേ എന്ത് ബജിയാണ് ബജി ആ ബജിയില്ലേ പിന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഒരു കൊലങ്ങ തലയും വന്ന് കിട്ടാ ബജ്ജി നമുക്ക് ഇവിടെ നോക്കുക നീ ഞാൻ ഇപ്പോഴേക്ക് ഇപ്പൊ ശ്രദ്ധിച്ചിട്ടും വരാം ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഗൈസ് നമ്മുടെ കാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കാട്ടിലൊക്കെ രാമസം ഞാൻ എത്തിയെന്താ ഞാൻ പറഞ്ഞ നിർത്തിയെന്ന് വീണ്ടും തുടങ്ങട്ടെ തുടങ്ങിക്കോ ആ ബജ്ജിയെന്ന ചെക്കന ആ കുരങ്ങ തലേനെ ഞാൻ പോയി ഇടിച്ചു അപ്പൊ ആ സീനായി ആ കുരങ്ങ തല എന്നിട്ട് ഏതൊരു ഡോറാത്തള്ളെന്ന് പറഞ്ഞ എന്തോ പോയി പറഞ്ഞു ഡോറാത്തള്ള എന്തോ പോയി പറഞ്ഞു എന്തൊക്കെ ഡോർച്ചേ ആ കുരങ്ങ തല പോയി ഡോറാത്തള്ളയുടെ അടുത്ത് പോയി പറഞ്ഞു എന്ത് അതൊന്നും അറിയാമല്ലോ പിന്നെ ആ ഡോറാത്തള്ള വന്നു പിന്നെ കിട്ടി ചട്ടിയായി ഇത് എന്ന് പറഞ്ഞ് എന്റെ പേരാണ് ഡോറ തള്ള അപ്പൊ ഇത് ഉപയോഗം പറഞ്ഞു അപ്പൊ ഓടി എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ താങ്ക് യു വെൽക്കം
ഗുഡ് ബൈ ഗയാ ആയോ തന്നെയാണ് അവൾ ഷിയാൻ വളക്കാൻ നോക്കി ചിക്കയില്ല എൻ്റെ ഗൈസ് നിങ്ങൾ വിളിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ വന്നേക്ക് ഷിയാൻ്റെ കല്യാണത്തിന് അതിന് ഏവി കുട്ടൻ്റെ കല്യാണത്തിന് അതിന് ഞാൻ റിജക്റ്റ് ചെയ്തു ശേ എന്താ മച്ചു നീ സിംഗിളായി പോയല്ലേ ഏറ്റവും വലിയ സങ്കടം നമ്മുടെ അരൂണാണ്. അരൂൺ ഐസ്ക്രീം നമ്മൾ സിംഗിൾ അല്ല. എന്നാലും നമ്മുടെ ഷോൺ നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറയേണ്ട അവൻ ഐസ്ക്രീം കമ്പനി തുടങ്ങിയല്ലേ. അതിന് സങ്കടം ഉണ്ടാവട്ടെ. അരൂണിൽ നിന്നൊക്കെ കൂട്ടാം, കറിയാക്കി കൂട്ടാം. ഇന്നത്തെ കറി അരൂൺ കറി. എന്നാലും വണ്ടി കയറ്റാൻ കയറാത്ത അതിന് ഗിയർ എത്ര നേരിട്ടേക്കാം നോക്ക്. ഗൈസ് ഒടുക്കത്തെ കയറ്റോണ്ടായി നമ്മ കോഴിക്കോട് ചാട്ടാച്ചേ പോണം. കണ്ട ഗൈസ് ബസ്സിന്റെ ലുക്ക്, ലുക്ക് വണ്ടി കയറ്റാൻ കയറുന്നതാ. വളി വിടും അങ്ങോട്ടെ, അപ്പോൾ കയറിക്കോളൂ. ആൾക്കാര് നിങ്ങൾ ഒന്നും വിചാരിക്കുന്നത് ആ ചേട്ടൻ വണ്ടി പൊത്തി പിടിച്ചോണ്ടിരിക്കും. ഡ്രൈവിംഗ് കൊണ്ട് പിന്നെ എന്താ ബ്രോ പറയണം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ അവിടെ ഇരിക്കണല്ലോ പൊട്ട, പിന്നെ എങ്ങനെ അയാൾ നടക്കണം അവിടെ ഇരുന്ന്. അയാള് അത് ഷാഡക്കളാണ്. സ്പീഡ് കയറാത്ത നമ്മുടെ ബസ്സിന്റെ മേളിൽ നിൽക്കോണ്ട് വണ്ടിക്ക് സ്പീഡ് കയറാത്ത പൊട്ടാന്ന് ഞാൻ ചോദിച്ചാ. എനിക്ക് ആ ഭാഷ ഒന്ന് പഠിപ്പിച്ചത് എന്ത് വളി വിടുന്ന ഭാഷ അല്ല ഈന്തപ്പഴം അല്ലാതെ നിന്റെ വയനാട് ഇട്ടാൽ മതി. നീ വിട്ടേക്കും. എടി ഇവിടെ നിന്ന് എങ്ങാട്ടെ കണ്ട കൊണ്ട് കാട്ടിലാട്ടാ, സ്വർഗത്തിലാട്ടാ. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ സ്വർഗം കാണാൻ പറ്റും? ഞാൻ തിന്മ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സ്വർഗം കാണാൻ പറ്റും. തിന്മ ചെയ്യാത്തായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് വണ്ടി സ്റ്റോപ്പിൻ്റെ ആവശ്യം. അപ്പൊ ഗൈസ് നമ്മളെ ഞാൻ ഏറി പോയിട്ടൊന്ന് തന്നെയാണ്, കാരണം മൂത്രമൊഴിക്കാൻ മുട്ടി ഗൈസ്. അതാണ് വണ്ടി നീങ്ങാത്ത. അത് പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എന്തൊക്കെ ഇത് കയറ്റാൻ കയറണില്ല. റിവേഴ്സ് എടുക്കാന്ന് വെച്ചാൽ ബാക്കിൽ വണ്ടി ഡ്രിഫ്റ്റാണ് കണ്ട ഗൈസ്. ഒന്നിലാണ്ട് നടക്കണം. ഇനി എവിടെ കൊടുക്കാൻ മനസ്സിലാക്കി കാണിച്ചു നമ്മളെ വണ്ടി കയറണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് അടിച്ചാൽ പൊട്ടിക്കണം. എടാ ഈ ഗിയർ സീസണിലെ പോണത് വലിയ കാര്യം. പക്ഷേ ഇത് കുഞ്ഞിക്കയറ്റമല്ല, കുഞ്ഞിക്കയറ്റം ശരി ഗൈസ്. ഇവിടെ റേഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും സിയാൻ്റെ പാട്ടിൻ്റെ അത്ര ഒന്നും വരില്ല. സിയാനെ അടുത്ത പാട്ടങ്ങാട്ടെ വിട്. ഓക്കെ. പുള്ളി 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 കഴിച്ചേ വയലിളകി പോയി. എന്നിട്ട് എടാ നീ പാട്ട് നിർത്തിക്ക് അല്ലെങ്കിൽ എൻ്റെ കൺട്രോൾ ഒന്നും കൂടി പോടാ. അപ്പോൾ ഗൈസ് നമ്മുടെ സിയാൻ്റെ സൗണ്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. എടാ അതെൻ്റെ സൗണ്ട് പോയത്. എടാ ഗൈസ് നമുക്കൊന്ന് നിർത്തിയ പിന്നെ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോ അല്ല, പഴയ വീഡിയോ തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ ഒന്ന് കാട്ടിൽ പോയി വന്നപ്പോൾ എല്ലാ കിളിയും പോയി. ഇപ്പോൾ എല്ലാ കിളിയും വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു. വെള്ളോ എടാ നീ നീ ടിക്കറ്റ് എടുത്താ? ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് വെള്ളം എടുക്കാം. നമുക്ക് നൈസായിട്ട് ഒരു പുതിയ വണ്ടി അങ്ങോട്ട് ഇറക്കിയാൽ ഇപ്പം ഇറക്കാം. KSRTC ഇറക്കണം, ടൂറിസ്റ്റേഴ്സ് ഇറക്കണം. നീ പറ ടൂറിസ്റ്റ് എന്താ ഇറക്കണം? എടാ നമുക്ക് പിന്നെ നാളെ ഒരു ടൂർ കിട്ടിയാലേ നമുക്ക് ഇതിറക്കാം. എടാ നോക്കിപ്പോടാ വണ്ടി പെട്ടെന്ന് വണ്ടി പാളവാക്കില്ലേ? നോക്കിപ്പോ വണ്ടി പാളവാക്കല്ലേ? അടേ ഏവി നീ പിന്നെ പാൽ കുടിച്ചോ? പാല ബൂസ്റ്റ് മിൽക്ക്. ഓ മറ്റേ ഹോളി സക്കുവാണല്ലേ?
അയ്യോ വടക്കോ ചത്തില്ലേ. ഭാഗ്യമുണ്ട് ഇവൻ പപ്പടമൊക്കെ അതെ ആൾക്കാരെ കൊച്ചോക്കട്ടെ. പിന്നെ ഗൈസ് പിന്നെ അതായത് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡ് ചെയ്തത് മാപ്പ് ഇനിയും കുറേ കിടക്കൊണ്ടില്ലേ. എനിക്ക് ഇത് മൊത്തം പോകണം. നമുക്കന്ന് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മാറ്റണം. അല്ലെങ്കിൽ കുറച്ച് പേരും കൂടി പോരെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഗൈസ് ഭയങ്കര ലോങ്ങാണ് ഗൈസ്. ഇത് ഭയങ്കര ലോങ്ങാണ് ഗൈസ് ഈ വഴി. ആ എന്താണ് ചെയ്യാനാ വിളിച്ചത് നീ? എടാ ഒന്നുമില്ല, ഞാൻ അറിയാം. ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.